ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ പുരാതനമായ ഒരു ഡിഷുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണ്. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ കാണിക്കുന്നത് ചെറുപയർ തുവയലാണ്. ഇത് ഒരു തരം ചമ്മന്തി തന്നെയാണ്. സാധാരണ തുവയൽ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല്ലോ, ഇത് ചമ്മന്തി തന്നെയാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്യാനും പറ്റും. സാധാരണ ചമ്മന്തിയിൽ നിന്നും പയർ വറക്കുന്നതിന് എടുക്കുന്ന സമയം മാത്രമേ ഇതിനധികം വേണ്ടി വരുന്നുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. പണ്ടത്തെ കാലങ്ങളിൽ അമ്മുമ്മമാരൊക്കെ ഇത് മിക്കവാറും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു തരം ചമ്മന്തിയാണ്. അവരത് തുവയലെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മിക്ക പേര് ഇതിൽ പുളി ഉപയോഗിക്കാറില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇതിൽ ചെറുതായിട്ട് പുളിയും കൂടെ ഉപയോഗിച്ച് കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇങ്ങോട്ട് പുളി ഉപയോഗിക്കുന്നില്ല. ഇത് തനി തിരുവിതാംകൂറിന്റെ ഒരു ഡിഷുമാണ്. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് ചോറും അതിൽ കുറച്ച് നെയ്യും ഒഴിച്ച് ഈ തുവയലും കൂടെ കഴിക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചെറുപയറാണ്. ഞാനിതാ ഈ സ്റ്റീൽ ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് വേണ്ടത് തേങ്ങ, പിന്നെ 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 8 വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ പൊടികളില് ഉപ്പും ജീരകവും. ഇത്രയും മതി നമുക്ക് ഈ തുവയൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ചെറുപയർ വറക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുവാണ്. പാൻ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1/4 ഗ്ലാസ് ചെറുപയർ അതിലേക്കിടാം. ഇട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഇതാവും. അതിൻ്റെ ആ കളർ, ഈ നല്ല പച്ച കളർ മാറിയിട്ട് ചെറിയൊരു ബ്രൗണിഷ് കളറാവും. അങ്ങനെ നമ്മൾ വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ പോണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ് 1-2 പ്രാവശ്യം ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊലിയെല്ലാം പോയി അത് ക്ലീൻ ആവും. പിന്നെ അതിനെ നമുക്കൊന്ന് പാറ്റിയെടുക്കണം. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ പ്രയാസങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് പാനിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി അത് ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ അതിനെ അങ്ങ് മാറ്റിയാൽ ചെറുപയർ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട പ്രയാസമൊന്നും വരുന്നില്ല. അങ്ങനെ നമ്മുടെ ചെറുപയർ ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ചെറുതായിട്ട്, ഒരുപാട് ബ്രൗൺ അല്ല, ചെറിയ ബ്രൗണിഷ് കളർ. ഈ കളർ ആകുമ്പോൾ അതിനങ്ങ് മാറ്റണം. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക്, അതും കൂടെ ഒന്നെടുത്ത് മൂപ്പിച്ചെടുക്കാം. ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് വറ്റൽമുളക് ഇല്ല എന്ന് പറഞ്ഞ് മുളക് പൊടി മതി. മുളക് പൊടി വളരെ കുറച്ച്, ഇതിന് ഒരുപാട് അങ്ങ് എരിവ് വേണ്ട. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരുപാട് അങ്ങ് ഇടരുത്. അതിന്റെ ടേസ്റ്റ് വന്നാൽ ഈ തുവയലിന്റെ ടേസ്റ്റ് അങ്ങ് ആകെ മാറും. അപ്പൊ ഞാനിത് മുളകും അതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ആദ്യം മുളകും നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ സാധാരണ നമ്മൾ കട്ടി ചമ്മന്തിക്ക് അരയ്ക്കും പോലെ അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് തീരെ മഷി പോലെ അരയും വേണ്ട, എന്നാൽ അരയാതിരിക്കുകയും വേണ്ട. ആ രീതിക്കാണ് നമ്മൾ കട്ടി ചമ്മന്തിക്ക് അരയ്ക്കുന്നത്. അതേ രീതിക്ക് ഇത്രയും ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് ഇനി നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ ചെറുപയർ പരിപ്പ്, അതിനെ ഇതിലേക്കിട്ട് പിന്നെയും ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം. എന്ന് പറഞ്ഞ് ഈ ചെറുപയർ അങ്ങ് നന്നായിട്ട് അരഞ്ഞു പോകരുത്. അതൊരു ക്രിസ്പി നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ തരി നമുക്ക് കടിക്കാൻ കിട്ടണം. ആ വിധത്തിൽ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചെറുപയർ തുവയലായി കഴിഞ്ഞു. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ സാധാ ചമ്മന്തിയിൽ നിന്നും ഇതിന് ചെറുപയറിൻ്റെയും കൂടെ ചേരുമ്പോൾ ഒരു നല്ലൊരു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Thank you.